ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അഥവാ HMPV കോവിഡിന് ശേഷം കണ്ടെത്തിയ മറ്റൊരു വൈറസ് ചൈനയിൽ പടർന്നു പിടിക്കുകയാണ്. ഇന്ത്യയിലേക്കും വൈറസ് എത്തുമോ എന്ന ആശങ്കയിലായിരുന്നു ജനങ്ങൾ. ഇന്ന് ഇന്ത്യയിൽ 2 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതോടെ തന്നെ ആശങ്ക വർദ്ധിക്കുകയാണ്. കുഞ്ഞുങ്ങളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. വിദേശയാത്രാ പശ്ചാത്തലം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉറവിടം സംബന്ധിച്ച സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഡോക്ടർ അമർ ഫെസ്റ്റിൽ, അതുപോലെ തന്നെ ഡോക്ടർ സൗമ്യ സരിൻ, ഇനി ശിശുരോഗ വിദഗ്ധ, അങ്ങനെ 2 ആരോഗ്യ പ്രവർത്തകരും നമ്മോടൊപ്പം ചേരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകളും സംശയങ്ങൾക്കൊക്കെ അവർ മറുപടി നൽകും. ആദ്യം തന്നെ ഡോക്ടർ അമറിലേക്കാണ് പോകുന്നത്. ഡോക്ടർ അമർ, നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ഒരു മഹാമാരിയെ കണ്ട് അതിജീവിച്ച ആളുകളാണ്. കോവിഡ് എന്ന വലിയൊരു മഹാമാരി നമ്മളെയൊക്കെ ഭീതിപ്പെടുത്തിയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ചൈനയിൽ ആദ്യം എത്തിയെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ചൈനയിൽ മറ്റൊരു വൈറസ് വീണ്ടും പടർന്നു പിടിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായുള്ളൊരു ആശങ്കകളൊക്കെ ഉറപ്പായിട്ടുമുണ്ട്. ഇന്നിപ്പോൾ ഇന്ത്യയിലും ഈ 2 കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തരം വൈറസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള തുടങ്ങിയ വാർത്തകളുമൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്രത്തോളം ഭയക്കണം, അല്ലെങ്കിൽ ഇത് ഭയപ്പെടേണ്ട ഒരു വൈറസ് ആയിട്ടാണോ നമ്മൾ കാണേണ്ടത്? 3 പോയിന്റുകളാണ് ആദ്യമേ എനിക്ക് ചോദ്യങ്ങളിൽ തോന്നുന്നത്. ഒന്ന് എന്ന് വെച്ചാൽ ഈ ഭയം എന്നുള്ള അതിൽ തുടങ്ങാം, ആ വാക്കിൽ. ഭയം എന്നുള്ളത് പൊതുവെ ഇതൊന്നല്ല, ഇനി ഏത് സിറ്റുവേഷനിലും ഭയം എന്നുള്ളത് ആക്ച്വലി നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു തിരക്ക് പിടിച്ച റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഭയത്തോടു കൂടി പേടിച്ച് ക്രോസ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും ആൾക്കാരെ നമ്മൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാക്കി തീർക്കും. അപ്പം അതുകൊണ്ട് അസുഖങ്ങളോടുള്ള സമീപനത്തിലും നമ്മൾ ഇത്രയും കാലത്തെ, എസ്പെഷ്യലി ലാസ്റ്റ് കുറച്ച് വർഷങ്ങളുടെ സമീപനത്തിൽ നല്ല പ്രിസൈസ് ആയിട്ട് നമ്മളെ കണക്ക് കൂട്ടിയുള്ള രീതികളാണ് ഏത് അസുഖത്തിനെയും വളരെ ഈസി ആയിട്ട് കീഴ്പ്പെടുത്താൻ നമ്മളെ വളരെ ശാക്തീകരിച്ചിട്ടുള്ളത്. അതൊരു പോയിന്റ്. രണ്ടാമത്തത്, ഇതിപ്പോൾ ചൈനയിൽ നിന്ന് വന്നു പുതിയ രോഗമാണോ എന്നുള്ള വാക്ക്. ഇപ്പോൾ പുതിയതല്ല, ആക്ച്വലി നമ്മൾ പലരും അറിയുന്നില്ല. പക്ഷേ ഈ പര്യവേഷണം അല്ലെങ്കിൽ സർവൈലൻസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ആരോഗ്യ വിദഗ്ധർ അല്ലെ ആരോഗ്യ സംവിധാനങ്ങൾ ഇപ്പോഴത്തെ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നിരീക്ഷണം വളരെ പണ്ടത്തെക്കാളും ശക്തമാണ്. ഒന്ന്, അതിനുപയോഗിക്കുന്ന ടൂൾസ് ആയ ടെസ്റ്റിംഗ് കിറ്റുകളും മറ്റ് സംവിധാനങ്ങളും പണ്ടത്തെക്കാളും വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലം എന്താണ്? പണ്ടൊക്കെ നമ്മൾ വെറുതെ ഒരു വൈറസ് എന്തോരാണോ ഒരു വെറും ജലദോഷപ്പനി, ഇതൊരു വൈറൽ ഫീവർ എന്ന് പറഞ്ഞ് തള്ളുന്ന ഏതെങ്കിലും ഒരു വൈറസ് ആയിരിക്കും എന്ന് പറഞ്ഞ് തള്ളുന്നതിന് പകരം അതിനെല്ലാം പേരുള്ള ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനോ സ്ഥിരീകരിക്കാനോ ഒക്കെ പറ്റുന്നത് ഏത് ടൈപ്പാണ്, ഏത് ഇനത്തിൽപ്പെട്ട ഏത് സ്ട്രെയിൻ വൈറസ് ആണെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പണ്ടത്തെക്കാളും എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും സുഖമില്ലാത്ത ഒരാൾ പോകുമ്പോൾ ഇന്ന് പല ഹോസ്പിറ്റലും, ഈവൻ വലുതല്ലാത്ത ഹോസ്പിറ്റലിൽ പോലും ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞ് ചെയ്യും. വെച്ചാൽ ആ പരിസരത്തുള്ള എല്ലാതരം അണുക്കളെകളും ഒന്നിച്ച് ഇതിൽ ഏതെങ്കിലും പെട്ടോ എന്നറിയാൻ. അപ്പം നോക്കുമ്പോൾ ഈ HMPV എന്നുള്ള വൈറസ് കഴിഞ്ഞ 20-25 കൊല്ലമായിട്ട് ഇടയ്ക്കും മറിക്കുമൊക്കെ ഇപ്പം 100-150 കേസ് ചെയ്യുമ്പോൾ അതിൽ 1-2 ഒക്കെ പിടി വീഴാറുണ്ട്. അത് പോസിറ്റീവ് വന്ന ഈ പേര് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതൊരു പുതിയ വൈറസ് അല്ല എന്ന് മാത്രമല്ല, നമ്മൾ 25 വർഷമായിട്ട് ഇത് ഇങ്ങനെ റിപ്പോർട്ടിൽ കണ്ട് തുടങ്ങി എന്ന് പറയുമ്പോൾ അതിന് മുമ്പേ ഇത് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉറവിടം എന്നൊരു സിറ്റുവേഷൻ വരുന്നില്ല. ഇത് മിക്കവാറും ഇവിടെയൊക്കെ ഉള്ള യൂഷ്വൽ ജലദോഷപ്പനി, കോമൺ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ശ്വാസകോശ അണുബാധ ഉണ്ടാക്കുന്ന വൈറസുകളുടെ കൂട്ടത്തിൽ ഒരെണ്ണമാണ് എന്നുള്ള ഒരു വസ്തുതയാണ് വരുന്നത്. പിന്നെ ചൈന എന്നുള്ള വാക്ക് നമുക്കിപ്പോൾ ഈ കോവിഡ് വളരെ നൂതനമായ വൈറസാണെന്ന് യാതൊരു സംശയമില്ല. അതിൻ്റെ പെരുമാറ്റം നൂതനമായിരുന്നു, അതിനുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നൂതനമായിരുന്നു, എല്ലാം നൂതനമായിരുന്നു. അപ്പോൾ അത് ചൈനയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞ് ഇപ്പം അതിന് ശേഷമൊക്കെ ചൈനയിൽ ഭയങ്കര സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണങ്ങൾ അവിടെയും അവരും ചെയ്യുന്നുണ്ട്. അവിടെയും ഇതേപോലത്തെ ആരോഗ്യ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്കെയർ അവിടെയും പണ്ട് വന്നതുകൊണ്ട് അവർ വളരെ ഈസി ആയിട്ട് ചിലപ്പോൾ സ്പോട്ട് ചെയ്യുന്നുണ്ട്. ഏർലി ആയിട്ട് ഈ പാനൽസും സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ശ്രദ്ധയിൽ പെട്ട് കാണും. പിന്നെ അവിടുത്തെ തണുപ്പ് ഇതൊന്നും അല്ലല്ലോ, നമുക്കിവിടെയുള്ള തണുപ്പല്ല. ഇതൊക്കെ ഒരു വിന്റർ വൈറസ് ആണ്. ആക്ച്വലി ഈ വിന്റർ എന്ന് വെച്ചാൽ ശീതകാല വൈറസുകളാണ് ഇതൊക്കെ. അപ്പോൾ ശീതകാലത്ത് അതിൻ്റെ എണ്ണം കൂടുന്ന വൈറസുകളാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ അത് ആദ്യം പിടിയിൽ വന്നു. ചൈന എന്ന് കേട്ട് നമ്മൾ ഭയപ്പെടുവോ അല്ലെങ്കിൽ ആശപ്പെടുവോ ഒന്നും വേണ്ട. അതിന് ഒറ്റ വാക്കിൽ അതിൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഭയപ്പെടേണ്ട ആവശ്യമില്ല, ആശങ്ക വേണ്ട. നമ്മൾ വളരെ അലേർട്ടായിട്ടൊക്കെ ഇരിക്കുക. നോർമൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്കതിന് മുമ്പോട്ട് ഇപ്പോൾ ചോദ്യങ്ങൾ വരുമല്ലോ, അപ്പോൾ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എന്തൊക്കെയാണ്. ഡോക്ടർ അമറിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സൗമ്യ സൈനും കൂടി തത്സമയം ചെയ്യുന്നുണ്ട്. ഡോക്ടർ സൗമ്യ, ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഇന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ റിപ്പോർട്ട് ചെയ്തതിൽ 2 കുഞ്ഞുങ്ങളാണ്. അത് 8 മാസം 3 മാസം പ്രായമുള്ള വളരെ തീരെ കുഞ്ഞുങ്ങൾക്കാണ് ഈ അസുഖം വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഈ രോഗത്തെപ്പറ്റി നോക്കുമ്പോൾ
അത് പറയുന്നതും അങ്ങനെ തന്നെയാണ്. കൂടുതലും കുഞ്ഞുങ്ങളിലാണ് ഈ രോഗം വരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതല്ലാത്തൊരാശങ്ക എന്തായാലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കുഞ്ഞുങ്ങളിൽ ഈ രോഗം വരുമ്പോൾ അല്ലെങ്കിൽ ഈ രോഗം വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അത് ഈ കുഞ്ഞുങ്ങളിൽ ഈ രോഗം വന്നു എന്നുള്ളത് അതിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള സ്വഭാവമാണ്. അതായത് ആരിലൊക്കെയാണ് ഈ വൈറസ് ഏറ്റവും കൂടുതൽ കാണുന്നത് എന്നുള്ള രണ്ട് എക്സ്ട്രീം ഏജ് ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഒരു ഇൻഫെക്ഷൻ കാണുന്നത്. അതൊന്ന് കുഞ്ഞുങ്ങളിലും ഒന്ന് വളരെ വലിയ അഡൾട്ട് ആയിട്ടുള്ള ആളുകളിലുമാണ്. അതായത് ബേസിക്കലി ഇമ്മ്യൂണിറ്റി കുറവുള്ള രണ്ട് ഏജ് ഗ്രൂപ്പുകളാണ് കുഞ്ഞുങ്ങളായാലും അതുപോലെ തന്നെ മുതിർന്ന ആളുകളായാലും. പ്ലസ് ഉള്ളത് ഇമ്മ്യൂണിറ്റി കുറവുള്ള ചില സാഹചര്യങ്ങൾ വേറെയുണ്ട്. അതായത് ഇപ്പം കീമോതെറാപ്പി, റേഡിയേഷൻ അങ്ങനെയുള്ള ക്യാൻസർ ചികിത്സകൾ എടുക്കുന്നവര്, വളരെ കാലമായിട്ട് ഇപ്പോൾ സ്റ്റിറോയിഡ് മരുന്നുകൾ എടുക്കുന്നവര്, അങ്ങനെയുള്ള ഒരു പ്രത്യേക വിഭാഗത്തിലും ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. സോ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകളിലാണ് ഇതിപ്പോ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിന്റെ കാര്യം മാത്രമല്ല കേട്ടോ, ഏതൊരു വൈറസും ഇപ്പൊ കോവിഡിന്റെ സമയത്ത് നമ്മൾ ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പിൽ ഇതേ പറഞ്ഞ പോലെ തന്നെ ഗർഭിണികൾ, വയസ്സായ ആളുകൾ, അതുപോലെ തന്നെ കുട്ടികൾ, ഇവരെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പ് ഏതൊരു കാര്യത്തിനും ഏത് അണുബാധയ്ക്കും അവര് ഹൈ റിസ്ക് തന്നെയാണ്. സോ അതുകൊണ്ട് ആയിരിക്കണം ഇപ്പൊ നമ്മളിപ്പോ കണ്ടുപിടിച്ചിരിക്കുന്നത് 3 മാസവും 8 മാസവും ഒക്കെയുള്ള ചെറിയ കുഞ്ഞുങ്ങളിലാണ്. അപ്പോ അതുകൊണ്ട് മാത്രം ഇത് കുട്ടികളാണ് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം അത് അതിന്റെ ഒരു സ്വഭാവമാണ്. പിന്നെ കുഞ്ഞു കുട്ടികളിൽ ഇതിന്റെ സ്വഭാവം അല്ലെങ്കിൽ ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് വളരെ കുഞ്ഞു കുട്ടികൾ 8 മാസത്തിലും 3 മാസത്തിലൊക്കെ സാധാരണ രീതിയിൽ ബ്രോങ്കിയോലൈറ്റിസ് എന്ന് പറയുന്ന ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിട്ടാണ് ഇത് സാധാരണ കാണാറുള്ളത്. കുറച്ചുകൂടി മുതിർന്നു കഴിഞ്ഞാൽ ബ്രോങ്കൈറ്റിസ്. ഇത് പേര് കേട്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. സാധാരണ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഞങ്ങളിപ്പോ ശിശുരോഗ വിദഗ്ധർ കാണുന്ന സാധാരണയായിട്ടുള്ള URTIs എന്ന് പറയും. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്. ഇപ്പൊ ഇതിന് മുമ്പേ സംസാരിച്ച ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ശീതകാല രോഗങ്ങളാണ്. അതായത് തണുപ്പുകാലത്ത് കുറച്ച് ഇപ്പൊ സ്വാഭാവികമായിട്ടും വൈറൽ ഇൻഫെക്ഷൻസ് കുറച്ചധികം ഫ്ലെയർ അപ്പ് ചെയ്യുന്ന സമയമാണ് തണുപ്പ് കാലം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തണുപ്പ് കാലം അത്രത്തോളം കഠിനമല്ല. എന്നാൽ വേറെ രാജ്യങ്ങളിലെ തണുപ്പ് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഠിനമായിട്ടുള്ള തണുപ്പ് കാലമാണ്. അപ്പൊ ആ സമയത്ത് പടർന്നു പിടിക്കുന്ന ചില വൈറസുകളുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഈ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. അതിൽ പ്രത്യേകമായിട്ട് നമ്മൾ ആശങ്കപ്പെടേണ്ട, കുട്ടികളായതുകൊണ്ട് ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ അതിൽ തന്നെ ഇപ്പൊ ബാംഗ്ലൂരിൽ റിപ്പോർട്ട് ചെയ്ത 2 കേസുകളിൽ ഒരു കുട്ടി ആശുപത്രി വിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റേ കുട്ടി മാത്രമേ ട്രീറ്റ്മെന്റിലുള്ളൂ. ബേസിക്കലി ഇപ്പോ നമ്മുടെ ഇടയിൽ ഇത്തരത്തിലൊരു വലിയ സ്ക്രീനിങ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു വൈറസ് എത്രയോ കേസുകൾ നമുക്കിടയിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതൊന്നും നമ്മൾ ഡിറ്റക്ട് ചെയ്യാതെ ചെറിയ ജലദോഷപ്പനികളായിട്ടും ഫ്ലൂ ആയിട്ടും ഒക്കെ അത് മാറിപ്പോകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ചൈന ഒബ്വിയസ്ലി കോവിഡ് വന്നതിന് ശേഷം എല്ലാവർക്കും ഒരു പേടിയാണ്. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ചൈന എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ കോവിഡിന്റെ ആ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ആശങ്ക എല്ലാവരുടെ ഉള്ളിലുള്ളത്. പക്ഷെ അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. ഇത് കോവിഡ് വൈറസ് പോലെ ഒരു പുതിയ വൈറസ് ഒന്നുമല്ല. 2001 നെതർലാൻഡ്സിൽ കണ്ടുപിടിക്കപ്പെട്ട വൈറസ് ആണ്. അതിനർത്ഥം അത് അന്ന് പുതുതായിട്ട് വന്നു എന്നല്ല, അതിന് മുമ്പേ ഉണ്ടായിരുന്നിരിക്കണം. അന്നാണ് അങ്ങനെ ഒരു വൈറസിനെ പറ്റി പുതുതായി നമുക്ക് വിവരം ലഭിച്ചത്. അപ്പൊ അതിനുശേഷം എത്രയോ കേസുകൾ ലോകത്തെ നാനാഭാഗത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചൈനയിൽ സംഭവിച്ചത് അവർക്ക് ഈ ഒരു ശീതകാല രോഗത്തിന്റെ സ്ക്രീനിങ്ങിന്റെ ഭാഗമായി കുറച്ചധികം കേസുകൾ ക്ലസ്റ്ററിംഗ് വന്നു. അതായത് കുട്ടികളിൽ കുറച്ചധികം ന്യൂമോണിയ കേസുകൾ കൂടുതലായി കണ്ടപ്പോൾ ഇപ്പൊ കോവിഡിന് ശേഷം എല്ലാവരും കുറച്ചുകൂടി ജാഗരൂകരാണല്ലോ. അപ്പൊ അവരുടെ പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള സ്ക്രീനിങ് നടത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഫലമായിട്ട് അത് കുറച്ചധികം മെറ്റാന്യൂമോ വൈറസ് ആണ് എന്ന് കണ്ടുപിടിക്കപ്പെട്ടു. അത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒട്ടും തന്നെയില്ല. ഒരു കാര്യം കൂടെ ഡോക്ടർ സൗമ്യ, അതായത് ഈ കുഞ്ഞുങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് അത് പെട്ടെന്ന് തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള രോഗങ്ങൾ പെട്ടെന്ന് വരുന്നത്. പക്ഷെ അവരിൽ നിന്നും മറ്റ് മുതിർന്ന ആളുകളിലേക്ക് ഇത് പകരാൻ എത്രത്തോളം സാധ്യതയുണ്ട്? കാരണം അങ്ങനെ പകരുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു കുഞ്ഞ് ഡിസ്ചാർജ് ആയി, മറ്റേ കുഞ്ഞ് മാത്രമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളതെന്ന് പറയുമ്പോൾ അവർ ആശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ മുതിർന്നവരിലേക്ക് ഈ രോഗം പോകുമ്പോൾ അതിൽ ഇനി എത്രത്തോളം നമ്മൾ ജാഗ്രത ആവേണ്ടതുണ്ട്? ഇങ്ങനെയുള്ള സംഗതികള് പകരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഫെക്റ്റഡ് ആവുക അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാവരും നമ്മുടെ ഉള്ളിൽ ഇപ്പൊ നമ്മുടെ മൂക്കിലായാലും നമ്മുടെ ശ്വാസകോശങ്ങളിലായാലും നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലായാലും നമ്മൾ അറിയാതെ തന്നെ എത്രയോ വൈറസുകളും ബാക്ടീരിയകളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം അവ നമ്മളെ ഇൻഫെക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളിൽ രോഗം ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല. കാരണം നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന അധിക ശതമാനം വൈറസുകളെയും ബാക്ടീരിയകളെയും നമ്മുടെ രോഗപ്രതിരോധ ശക്തി തന്നെ അതിനെതിരെ പൊരുതി രോഗമായി മാറാൻ സമ്മതിക്കാറില്ല.
അപ്പോൾ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികളിൽ സംഭവിക്കുന്നത് അവരുടെ രോഗപ്രതിരോധ ശേഷിയുടെ ശക്തി വലിയ ആളുകളുടെ അത്ര ഇല്ലാത്തത് കൊണ്ടാണ് അവരിൽ അതൊരു ചെറിയ സിംറ്റംസ്, അതായത് ആ വൈറസിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. പക്ഷെ മുതിർന്ന ആളുകളിൽ ഇപ്പൊ ആ കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഈ വൈറസ് മേ ബി അവരുടെ ശരീരത്തിൽ എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ അവരുടെ രോഗപ്രതിരോധ ശേഷി അതിനെ ചെറുത്ത് നിന്നത് കൊണ്ട് അതൊരു അസുഖമായി മാറിയിട്ടുണ്ടാവില്ല. സോ അവർ സിംറ്റമാറ്റിക് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ സ്ക്രീനിങ്ങിന് വിധേയരായി കാണണം. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഒട്ടും തന്നെ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ ആ വൈറസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. ഈവൻ സിംറ്റമാറ്റിക് ആണെങ്കിലും ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നെ വളരെ ചെറിയൊരു ശതമാനം കേസുകളിൽ മാത്രമാണ് ഇത് ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഞങ്ങൾ പറയും. അത് ഈ മെറ്റാന്യൂമോ വൈറസിന് മാത്രമല്ല, ഏതൊരു ചെറിയ വൈറസ് ആണെങ്കിലും, ഇപ്പൊ ഒരു ഇൻഫ്ലുവൻസ വൈറസ് ആണ് എന്നുണ്ടെങ്കിലും ഏതൊരു വൈറസിനും ഒരു ചെറിയ ശതമാനം അത് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ഒരു വ്യക്തിയിൽ കുറച്ചധികമായിട്ട് കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഏതൊരു വൈറൽ ഇൻഫെക്ഷനും ഉള്ളത് തന്നെയാണ്. ആ ഒരു സാധ്യത മാത്രമേ മെറ്റാന്യൂമോ വൈറസിന് നിലനിൽക്കുന്നുള്ളൂ. ഡോക്ടർ അമറിലേക്കും കൂടി പോകാം. ഡോക്ടർ അമർ നേരത്തെ പറഞ്ഞതുപോലെ വിശദമായി തന്നെ ഈ ഒരു വൈറസിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യമുള്ളത്, ഈ കേരളത്തിലെ കാലാവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരുപാട് പനികൾ, അത് പല തരത്തിലുള്ള പനികൾ വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഈ HMPV ഒരു പനി, അതിൻ്റെ ഒരു വകഭേദം എന്ന രീതിയിൽ മാത്രം നമ്മൾ കണ്ടാൽ മതിയല്ലോ. അത് മാത്രമല്ല എൻ്റെ ചോദ്യം, കോവിഡിന് സമാനമായിട്ടുള്ള ഒരു രോഗലക്ഷണങ്ങൾ പോലും ഇതിന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ അതൊരു പനിയുടെ തന്നെയുള്ള രോഗലക്ഷണങ്ങൾ മാത്രമാകാനാണോ സാധ്യതയുള്ളത്? ഡോക്ടർ അമർ കേൾക്കാമോ? കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കാം. ശരി. അപ്പൊ ഞാൻ തിരിച്ചു പറയാം, ആ ക്വസ്റ്റ്യൻ ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ, കോവിഡിന് മറ്റ് ജലദോഷപ്പനികൾക്ക് സമാനമായ ലക്ഷണങ്ങളായിരുന്നു കോവിഡിനും ഉള്ളത്. ജലദോഷപ്പനികൾക്ക് പൊതുവേ നമുക്കറിയാമല്ലോ, ഒരു ഫീവർ ഉണ്ടാവും, മേലുവേദന ഉണ്ടാവും, ചിലർക്ക് ക്ഷീണം ഉണ്ടാവും, മൂക്കടപ്പ്, മൂക്കളിപ്പ്, തുമ്മല്, പിന്നെ ചിലപ്പോൾ തൊണ്ടവേദന, തൊണ്ടകാറൽ, ശബ്ദം മാറുക, ചുമ ഉണ്ടാകുക, ചിലപ്പോൾ കഫം വരിക. പിന്നെ കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ എടുത്തു പറഞ്ഞാൽ, ഈ കൊച്ചുകുട്ടികൾക്ക് ആ പ്രായത്തിൽ ഇങ്ങനത്തെ ഓർഡിനറി ലക്ഷണങ്ങൾ നമ്മൾക്ക് വരുന്ന പോലെ അവർക്ക് വരുമ്പോൾ അതിൻ്റെ കൂടെ വലിവും കൂടെ വരും. വലിവെന്ന് വെച്ചാൽ വീസിങ് അല്ലെങ്കിൽ ആസ്മ പോലത്തെ ലക്ഷണങ്ങൾ പോലെ ശ്വാസം മുട്ടുമ്പോൾ യൂഷ്വലി കോമൺ ആണ് ചെറിയ പ്രായത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് വളരെ എൽഡർലി പീപ്പിളിന് ഇതുപോലെ വരാം. കാരണം പ്രായാധിക്യമുള്ള ആൾക്കാർക്ക് ഈ ചെറിയൊരു കഫക്കെട്ട് കൂടുതൽ സിവിയർ ആയിട്ട് അവർക്ക് ബാധിക്കുന്നതൊക്കെ. അപ്പോൾ ഈ സാധാരണ അസുഖങ്ങൾക്ക് നമുക്ക് ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതും നമ്മൾ എന്നും കിട്ടുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന അസുഖങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് കോവിഡിനും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ കോമൺ ആണ്. ഇപ്പോൾ കോവിഡ് ആയിക്കോട്ടെ, H1N1 പനി ആയിക്കോട്ടെ, ഇതിനെല്ലാം കോമൺ ലക്ഷണങ്ങളാണ്. അപ്പം ലക്ഷണത്തിൻ്റെ സിമിലാരിറ്റി അല്ലെ, സമാനത കൊണ്ട് നമ്മൾ ഇതിലെല്ലാം കോവിഡ് പോലെ ഡേഞ്ചറസ് അസുഖം എന്ന് പറയില്ല. ഈ കോമൺ ലക്ഷണമുള്ള കൂട്ടത്തിൽ കോവിഡ് മാത്രമാണ് തുടക്കത്തിലേ വളരെ ഡേഞ്ചറസ് ആയിട്ട് മാറാവുന്ന രീതിയിൽ പെരുമാറിയത്. മറ്റ് എല്ലാം മിക്കവാറും അതിൻ്റെ ഓർഡിനറി സ്വഭാവത്തിൽ നിൽക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ എപ്പോഴും ചില ജാഗ്രതകൾ വേണമെന്ന് പറയും. ജാഗ്രത എന്ന് വെച്ചാൽ രണ്ട് വശത്താണ്. ഒന്നെന്ന് വെച്ചാൽ പബ്ലിക്കിന് വേണ്ട ഒരു കോൺഫിഡൻസോടുകൂടിയും ധൈര്യത്തോടു കൂടിയുള്ള ചില സിമ്പിൾ ജാഗ്രതകളും, ആരോഗ്യ സിസ്റ്റംസ് അല്ലെങ്കിൽ ഹെൽത്ത് സംവിധാനങ്ങൾക്ക് അത് വേറെ ടൈപ്പ് ജാഗ്രത, അത് പബ്ലിക് അറിയുന്നില്ല. നമ്മുടെ സ്പെഷ്യലിസ്റ്റിന്റെ ഒരു ഡോക്ടർ അമറിലേക്ക് എത്താം. അദ്ദേഹം പറഞ്ഞു വരികയായിരുന്നു, നെറ്റിൻ്റെ ചെറിയ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഡോക്ടർ സൗമ്യയിലേക്ക് കൂടി പോവുകയാണ്. ഡോക്ടർ സൗമ്യ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളിൽ ഈ അസുഖം വരുമ്പോൾ സർവ്വസാധാരണമാണ്. ഇത്ര തീരെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും പനി വരിക എന്നുള്ളത് സർവ്വസാധാരണമായ ഒരു കാര്യമാണ്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു രോഗത്തെ കണ്ടെത്താൻ കഴിയുന്നത്? ഇതിൻ്റെ ഒരു പരിശോധന അതൊക്കെ ഏത് രീതിയിലാണ്? ഇത് കൂടുതൽ പനി അല്ലെങ്കിൽ ജലദോഷം, തുമ്മൽ എന്നൊക്കെ പറയുന്ന ഒരു സാധാരണ സിംറ്റമുകളൊക്കെ തന്നെയാണ്. പക്ഷെ അതല്ലാതെ മറ്റേത് തരത്തിലേക്ക് എത്തുമ്പോഴാണ് ഒരു പക്ഷേ ഇതിൻ്റെ ഒരു ടെസ്റ്റിലേക്ക് പോകേണ്ടി വരിക? ബേസിക്കലി അങ്ങനെ ഇപ്പോ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതിന് പ്രത്യേകമായിട്ടുള്ള സിംറ്റംസ് ഇല്ല. ഇത് ലക്ഷോപലക്ഷം വൈറസുകൾ കോസ് ചെയ്യുന്ന, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൈറസസ് കോസ് ചെയ്യുന്ന പല ബുദ്ധിമുട്ടുകളുടെയും ഫ്ലൂ ലൈക്ക് സിംറ്റംസ് എന്ന് പറയും. ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ട് നമ്മൾ ഫ്ലൂ ലൈക്ക് സിംറ്റംസ് എന്നാണ് പറയുക. ഇപ്പോൾ ഡോക്ടർ അമർ പറഞ്ഞ പോലെ തന്നെയാണ് ഇത് കുട്ടികളിൽ പിന്നെ സിംറ്റം കാണുമ്പോൾ നമ്മൾ ഇതിനെ സംശയിക്കണം. ഇപ്പോൾ കോവിഡിന്റെ സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഒരു സ്പെസിഫിസിറ്റി ഉണ്ടായിരുന്നു. കാരണം ലാക്ക് ഓഫ് സ്മെല്ല്, ലാക്ക് ഓഫ് ടേസ്റ്റ്, അതൊക്കെ കുറച്ചുകൂടി കോവിഡ് കണ്ടാൽ നമുക്ക് കോവിഡ് ആണെന്ന് കുറച്ച് അങ്ങനെയെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ
ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിന് അങ്ങനെ ഒരു ഇന്ന സിംറ്റം എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് സിംറ്റംസ് ഒന്നുമില്ല. ഇതിനെല്ലാം ഫ്ലൂ ലൈക്ക് സിംറ്റംസ് ആണ്. പിന്നെ ഈ പറഞ്ഞ ജലദോഷം, ചുമ, തൊണ്ടവേദന, പനി, മേലുവേദന, ക്ഷീണം, അതുപോലെ കുട്ടികളിൽ ചെറുതായിട്ടുള്ള വീസിങ്. അതിപ്പോ നമുക്ക് കുട്ടികളുടെ നെഞ്ച് നോക്കുമ്പോഴാണ് ആ ഒരു വീസിങ് സൗണ്ട് നമുക്ക് കേൾക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ചെറിയ കുട്ടികളിൽ ആ വീസിങ് സൗണ്ട് ഉള്ളപ്പോഴാണ് നമ്മൾ ബ്രോങ്കിയോലൈറ്റിസ് എന്ന് പറയുക. അതായത് ഒരു 1.5 വയസ്സിൽ താഴെ. അതിന് മീനുള്ള കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ആസ്മ ലൈക്ക് അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിംറ്റംസ്. പക്ഷെ ഇതുള്ളത് കൊണ്ട് മാത്രം നമ്മൾ HMPV വൈറസിന് വേണ്ടി സ്ക്രീനിങ് നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുമാതിരിപ്പെട്ട ഇപ്പോ ഗവൺമെന്റ് ആശുപത്രികളിലും പ്രൈവറ്റ് ആശുപത്രികളിലും വരുന്ന എല്ലാ രോഗികൾക്കും നമുക്ക് ഇത് നടത്തേണ്ടതായിട്ട് വരും. അതൊരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്കിപ്പോ ഇല്ല. കാരണം അത് നമ്മൾ നടത്തേണ്ടത് എപ്പോഴാണ്? അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഇപ്പോ കോവിഡ് പോലെയൊക്കെ ഒരു സിറ്റുവേഷൻ, അതായത് പടർന്നു പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ, ആർക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു വല്ലാത്ത ഒരു പുതിയ വൈറസ്, നമുക്ക് അത് എങ്ങനെ പെരുമാറുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഒരാളെ എത്രത്തോളം കോംപ്ലിക്കേഷൻസിലേക്ക് പോകുമെന്ന് അറിയില്ല, ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ മാത്രമാണ് നമ്മളിപ്പോ കോവിഡിനൊക്കെ ചെയ്ത പോലെ ഒരു വൈഡ് സ്പ്രെഡ് സ്ക്രീനിങ്ങിന്റെ പ്രസക്തിയുള്ളൂ. പക്ഷേ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിനെ പോലെ അത്രയൊന്നും പ്രശ്നക്കാരനല്ലാത്ത വന്നു പോകുന്ന എത്രയോ ലക്ഷോപലക്ഷം വൈറസുകളിൽ ഒരാൾ മാത്രമായ ഒരാൾക്ക് വേണ്ടി നമ്മൾ അങ്ങനെ കാടടച്ച് വെടിവെക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അതിനൊരു സ്പെസിഫിക് സിംറ്റം ഇല്ല. അതൊരെല്ലാം ഫ്ലൂ ലൈക്ക് സിംറ്റംസ് ആണ്. നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും അങ്ങനെയുള്ള കേസുകൾ, ഇപ്പൊ ന്യൂമോണിയ, ഇപ്പൊ ചൈനയിൽ സംഭവിച്ച പോലെ അതിന്റെ കോംപ്ലിക്കേഷൻസിന്റെ ഒരു ക്ലസ്റ്ററിങ് നമ്മൾ കാണുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ അതിനെ ഒരു സ്ക്രീനിങ് പ്രോസസ്സിലേക്ക് പോകണം. പക്ഷെ അതില്ലാത്ത പക്ഷം വളരെ ചെറിയ ഇപ്പൊ ഇതുപോലുള്ള നോർമൽ സിംറ്റംസ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ സിംറ്റമാറ്റിക് ആയിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. സാധാരണ ഒരു ഫ്ലൂ ലൈക്ക് സിംറ്റംസ് ആയിട്ട് വരുന്ന പേഷ്യന്റ്, അത് കുട്ടികളാവട്ടെ വലിയ ആളുകളാവട്ടെ, അവർക്ക് എങ്ങനെയാണ് നമ്മളിപ്പോൾ പനി ഉണ്ടെങ്കിൽ പനിയെ ട്രീറ്റ് ചെയ്യുക, ജലദോഷം ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുക, ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ വീസിംഗ് ഉണ്ടെങ്കിൽ അത് നെബുലൈസേഷൻസും കാര്യങ്ങളും വെച്ച് ട്രീറ്റ് ചെയ്യുക. അതിനെയാണ് സിംറ്റമാറ്റിക്, അതായത് എന്താണോ സിംറ്റം അതിന് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുക. പിന്നെ ഒന്നാമത്തെ കാര്യം, ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മരുന്നില്ല. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള വാക്സിൻ ഇല്ല, സ്പെസിഫിക് ആയിട്ടുള്ള മരുന്നില്ല. അപ്പോൾ ഇത് കണ്ടുപിടിച്ചത് കൊണ്ട് ആ മരുന്ന് കൊടുക്കുക, അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മുടെ മുമ്പിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇതിനെ ടെസ്റ്റിങ്ങിന് പോകേണ്ട ഒരു സാഹചര്യം ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിന്റെ ഒരു ക്ലസ്റ്ററിങ് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ മാത്രമാണ്. അതിനിപ്പോ ഡോക്ടർ പറഞ്ഞ പോലെ പ്രോപ്പർ ആയിട്ടുള്ള സർവൈലൻസ് ആരോഗ്യ വകുപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ക്ലസ്റ്ററിങ് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അവരെ മാത്രമായിട്ട് സ്ക്രീനിങ്ങിന് വിധേയരാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലാതെ ഈ സിംറ്റംസ് ഉള്ള എല്ലാവരെയും സ്ക്രീൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും പ്രാക്ടിക്കലി നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതിന്റെ ആവശ്യവും ഇപ്പൊ ഇല്ല. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഒരു ആരോഗ്യ വിദഗ്ധ എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്. അതായത് ഈ കോവിഡിന് ശേഷം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഒരുപാട് വൈറസുകൾ പുതുതായി വരുന്നുണ്ടോ നമുക്കിടയിൽ? അതോ ഇതിനു മുൻപും ഈ വൈറസുകളൊക്കെ നമുക്കിടയിൽ ഉണ്ടായിരുന്നു, അതൊന്നും നമുക്ക് ഇതുവരെ പരിചിതമല്ലാത്തൊരു സിംറ്റംസ് ആയതുകൊണ്ടാണോ ഇത്രത്തോളം നമ്മൾക്ക് ഒരുപാട് വൈറസുകളെ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് തന്നെ ഞാൻ പറയുകയാണ്. അതല്ലെങ്കിൽ നമ്മൾ കോവിഡിന് ശേഷമാണിപ്പോൾ ഏതൊരു സാധാരണക്കാരും ഈ പറഞ്ഞ പോലെ ചൈനയിൽ അടുത്ത വൈറസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിലൊക്കെ നമുക്ക് കാണുന്നുണ്ട്, ഇനി അടുത്തതും കൂടെ വരികയാണോ, കോവിഡ് കഴിഞ്ഞു ഇനി അടുത്തത് ചൈനയിൽ നിന്ന് വരികയാണോ എന്നുള്ളൊരു സ്വാഭാവികമായ ചോദ്യം എല്ലാവരിലും ഉണ്ടാവും. പക്ഷേ ഈ വൈറസുകളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2001 ഇത് കണ്ടെത്തുന്നത്. അപ്പോൾ 2001 കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ, അതിന് മുൻപും ഈ വൈറസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കുറച്ച് കാലങ്ങളായി കോവിഡിന് ശേഷം കൂടുതൽ വൈറസുകളെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യം എത്തിയിട്ടുണ്ടോ? അത് വളരെ സ്വാഭാവികമാണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ ചൈന, നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ ചൈനയ്ക്ക് ഒരു കുപ്രസിദ്ധിയാണ് കോവിഡിന് ശേഷം ഇങ്ങനെയുള്ള അജ്ഞാത വൈറസുകളുടെ ഒരു കേന്ദ്രമാണ് ചൈന എന്നുള്ള ഒരു കുപ്രസിദ്ധി ചൈനയ്ക്ക് അപ്പം മുതലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയിൽ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പേടിയാണ്. അത് സ്വാഭാവികമാണ്, അതിൽ തെറ്റ് പറയാനില്ല. പിന്നെ രണ്ടാമത്തെ ചോദിച്ചത് കോവിഡിന് ശേഷം പുതിയ വൈറസുകൾ വരുന്നുണ്ടോ? അങ്ങനെ പുതിയ വൈറസുകൾ വരുന്നതല്ല. ഈ വൈറസുകളെല്ലാം കോവിഡിന് മുന്നേയും ശേഷം ഒക്കെ ഇവിടെ തന്നെയുണ്ട്. ഈ വൈറസുകൾ പുതുതായി കണ്ടുപിടിക്കപ്പെട്ടവയുമല്ല. പക്ഷെ ഡെഫിനറ്റ്ലി സ്ക്രീനിങ് പ്രോസസ് കുറച്ചുകൂടി ശക്തമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ, ഇപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്തത് UAE-ലാണ്. ഞാൻ കേരളത്തിൽ 2 വർഷം മുമ്പ് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു കുട്ടി ജലദോഷവും ചുമയും പനിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ടെസ്റ്റുകളോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. വളരെ റെലവെന്റ് ആയിട്ടുള്ള വേണ്ട ടെസ്റ്റുകൾ മാത്രം. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മൾ സാമ്പത്തികമായിട്ട് വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമല്ല. പിന്നെ ആളുകൾക്ക്, ഇപ്പൊ അച്ഛനമ്മമാർക്ക് തന്നെ നമ്മൾ അങ്ങനെ കാർഡടച്ച് വെടിവെക്കുന്ന പോലെ തോന്നിയ ടെസ്റ്റുകൾ മുഴുവൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി നമ്മുടെ നാട്ടിലില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ആരോഗ്യ ഇൻഷുറൻസ് സിസ്റ്റം വളരെയധികം സ്ട്രോങ് അല്ല. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ കേരളത്തിൽ ഒരു രോഗിയെ നോക്കുന്ന സമയത്ത് ഒരു ഡോക്ടർ വേണ്ട ടെസ്റ്റുകൾ അത് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് എഴുതി കൊടുക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ UAE-ലൊക്കെ കുറെയൊക്കെ അങ്ങനെയല്ല. കാരണം
കുറച്ചുകൂടി എക്സ്റ്റൻസീവ് ആയിട്ടാണ് ഇവിടുത്തെ ടെസ്റ്റിംഗ് രീതികൾ. കാരണം ഇവിടെ വൈറൽ പാനൽ, ഇപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് ഇപ്പോൾ അഡ്മിറ്റ് ആവുകയാണ്, എന്തെങ്കിലും ഒരു ബ്രോങ്കൈറ്റിസോ ബ്രോങ്ക്യോലൈറ്റിസോ ഒക്കെ ആയിട്ട് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ മേ ബി ഒന്നോ രണ്ടോ ഒരു എക്സ്റേയും ഒന്നോ രണ്ടോ ടെസ്റ്റുകളും ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെ കുറച്ചുകൂടി എക്സ്റ്റൻസീവ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാര്യം ഒരു വൈറൽ പാനൽ, ഇപ്പോൾ ഡോക്ടർ മുന്നേ പറഞ്ഞില്ലേ, ഒരു വൈറൽ പാനൽ കുറേ വൈറസുകളുടെ ഒരു പാനലായിട്ട് നമ്മൾ അയക്കും. അപ്പോൾ മോസ്റ്റ്ലി എന്തെങ്കിലുമൊക്കെ വൈറസ് ആ കുട്ടിക്ക് പോസിറ്റീവ് ആയിട്ട് വരും. കാരണം ഇവിടുത്തെ പാരന്റ്സ് കുറച്ചുകൂടി ഡിമാൻഡിങ് ആണ്, അവർക്ക് അറിയണം എന്തുകൊണ്ട് ഇത് ഉണ്ടായി എന്നുള്ളത്. പിന്നെ ഇൻഷുറൻസ് പരിരക്ഷ കൂടി ഉള്ളത് കൊണ്ട് കോസ്റ്റിന്റെ ഒരു ബുദ്ധിമുട്ട് ഇവിടെയില്ല. അപ്പോൾ കുറച്ചുകൂടി ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കുറച്ചുകൂടി എക്സ്റ്റൻസീവ് ആയിട്ട്, ഇപ്പൊ ചൈനയിലൊക്കെ വളരെ എക്സ്റ്റൻസീവ് ആയിട്ട് അതിനെപ്പറ്റി ടെസ്റ്റിംഗ് സ്ക്രീനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ കോവിഡിന് ശേഷം കുറച്ചുകൂടി ആരോഗ്യ സംവിധാനങ്ങൾ കുറച്ചുകൂടി ജാഗരൂകരാണ്. അപ്പോൾ ടെസ്റ്റിംഗ് സംവിധാനങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. കൂടുതൽ ടെസ്റ്റിംഗ് രീതികൾ പുറത്തു വരുന്നുണ്ട്. പിന്നെ ആരോഗ്യ മേഖല ടെക്നിക്കലി വളരെയധികം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പുതിയ വൈറസുകൾ വരുന്നതല്ല, പുതിയ വൈറസുകൾ കണ്ടുപിടിക്കപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റഡ് ആകുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ അതിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് കാണേണ്ടത്. ഒരിക്കലും നമ്മൾ അതിനെ പറ്റിയിട്ട് ആശങ്കപ്പെടേണ്ട. കാരണം നമ്മൾ കുറച്ചുകൂടി എന്താ പറയുക വിജിലന്റ് ആവുകയാണ്. കാരണം കോവിഡിന്റെ ഒരു ശേഷം അതിനെ പോസിറ്റീവ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനുള്ള എതിരെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നമുക്ക് അത്ര തന്നെ കാര്യക്ഷമമായിട്ട് എടുക്കാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് മാത്രമാണ്, അതിൽ നെഗറ്റീവായിട്ട് നമ്മൾ കാണേണ്ട ഒന്നുമില്ല. നമ്മൾ നെഗറ്റീവായിട്ട് കാണുന്നല്ല, പക്ഷേ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കോവിഡ് ഒരു നെഗറ്റീവ് ആയിരുന്നല്ലോ നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ കമൻറ്റ് ബോക്സിൽ വരുന്നവരും അത് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡോക്ടർ അമർ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് നെറ്റ് കണക്ഷൻ ഫെയിലായത്. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഈ കോവിഡിൻ്റെ ഇതും അതുപോലെ തന്നെ ഈ HMPV ഈ രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം അതെങ്ങനെ കണ്ടെത്താൻ കഴിയും? മറ്റൊരു കാര്യമുള്ളത്, ഈ പനി വരുന്നതൊക്കെ സർവ്വസാധാരണമാണ് എല്ലാവർക്കും. അതിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നത് നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. പക്ഷേ അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് പനി വരാതിരിക്കാനുള്ള ഒരു വാക്സിനും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതെടുക്കുന്നത് എത്രത്തോളം നല്ലതാണ്? അത് ആരോഗ്യപരമായി ഈ പനി ഇടയ്ക്കിടയ്ക്ക് വരുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ ഈ ഇങ്ങനെ പനി വരാതിരിക്കാനുള്ള ഒരു വാക്സിൻ എടുക്കുമ്പോൾ അത് ശരീരത്തിന് അത് എത്രത്തോളം മോശമാകാനാണ് സാധ്യത? അല്ലെങ്കിൽ അതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുമോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ കോവിഡ് ഇതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നുള്ള ചോദ്യം. സ്വാഭാവികമായിട്ടും പലരുടെ മനസ്സിലും ഈ ചോദ്യം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ അവിടെ നിന്ന് അങ്ങനെ ഒരു ചോദ്യം വന്നത്. അപ്പോൾ അതിൻ്റെ എൻ്റെ ഒരു ആൻസർ എന്താ വെച്ചാൽ, നമ്മൾ വർഷങ്ങളായിട്ട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് കോവിഡ് വന്നപ്പോൾ ഒരു പുതിയ രോഗമായതുകൊണ്ട് ആ ലക്ഷണങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് എന്തിനാണ് ആ ലക്ഷണങ്ങളെ നമ്മൾ എടുത്തു കാണിച്ച് പറഞ്ഞത്, പബ്ലിസിറ്റി കൊടുത്തത്? എന്താ വെച്ചാൽ, ആർക്കെങ്കിലും തുടക്കത്തിൽ തന്നെ വരികയാണെങ്കിൽ അന്ന് കോവിഡ് ഇത്രയും ചുറ്റി നടക്കുമ്പോൾ അവർക്ക് കോവിഡ് ആയിരിക്കാൻ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെ നേരത്തെ കണ്ടെത്തി അവർക്ക് നേരത്തെ പ്രിവെന്റീവ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഗവൺമെന്റ് HMPV എന്ന് പറഞ്ഞ വൈറസ് ഉണ്ടാക്കുന്ന രോഗം തന്നെ അത് വളരെ മൈൽഡായിട്ടുള്ള രീതിയിലുള്ള എന്നും നമുക്ക് ഇത്രയും വർഷങ്ങളായി വന്നുപോയ ജലദോഷ പനി പോലെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെ ഇനിയിപ്പോ ഇതാണ് കണ്ടുപിടിക്കേണ്ട ഒരു പ്രയോറിറ്റി എന്ന് നമുക്ക് ഇല്ല. അങ്ങനെ ഒരു ചിന്ത നമ്മൾ നാട്ടുകാരോ പബ്ലിക്കോ നമ്മുടെ പ്രേക്ഷകർ മനസ്സിൽ വെക്കേണ്ട. നമ്മൾ ഉടനെ പോയി ഇതാണോ എന്ന് കണ്ടുപിടിക്കണം, അതിന്റെ ആവശ്യമില്ല. കാരണം നാളിതുവരെ നമ്മൾ ഇത് വന്ന് പോയിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ഇതാണെന്ന് ഐഡന്റിഫിക്കേഷൻ പിറകെ പോയിട്ടില്ല. കാരണം എന്താണ്? ഇതിന്റെ ട്രീറ്റ്മെന്റ് ഒന്നുപോലെ തന്നെയാണ്. ട്രീറ്റ്മെന്റ് എന്താണ്? പനിക്ക് ആശ്വാസത്തിന് പാരസെറ്റമോൾ. അപ്പൊ അവിടെ എനിക്ക് പറയാനുള്ളത്, എല്ലാ വീടുകളിലും പാരസെറ്റമോൾ നോർമൽ ഡോസ് അച്ഛനമ്മമാരും കൂടെ അറിഞ്ഞിരിക്കണം. കുട്ടികളുടെ കാര്യത്തിൽ മുതിർന്നവർക്കാണെങ്കിൽ അത് ഏറ്റവും സിമ്പിൾ സേഫ് ആയിട്ടുള്ള മരുന്നാണ് പാരസെറ്റമോൾ. പക്ഷെ ശരിയായ അളവ് എത്ര മണിക്കൂർ ഇടവിട്ട് 6 മണിക്കൂർ ഇടവിട്ടാണ് കൊടുക്കുന്നത്. ഇത്ര അളവിലാണ് നിങ്ങളുടെ കുട്ടി വെയിറ്റ് വെച്ച് കണക്കൂട്ടിയാണ് കൊടുക്കുന്നത്. ഈ അറിവ് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ഒരു ജനറൽ നോളജാണ്. ആ രീതിയിൽ അവരുടെ ഡോക്ടറെ സംസാരിച്ച് കണക്കിലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലത്. രണ്ടാമത്തത്, കൊച്ചു കുട്ടികൾക്കാകുമ്പോൾ പറഞ്ഞല്ലോ, എന്തടുത്തൂടെ പോകുമ്പോഴും ശ്വാസമുട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ശ്വാസമുട്ട് റിലീവ് ചെയ്യുന്ന മരുന്നുകൾ ചില കുട്ടികൾക്ക് സിറപ്പായിട്ടായിരിക്കും, ചില കുട്ടികൾക്ക് ഗുളികയായിരിക്കും, ചില കുട്ടികൾക്ക് അത് ഇൻഹെയിലർ ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വീടുകളിൽ യൂസ് ചെയ്യുമ്പോൾ എത്ര വെച്ചാണ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഡോസും ഫ്രീക്വൻസിയൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ അത്രയും ചെയ്യുമ്പോഴേക്കും ഒരു കുട്ടിക്ക് ഇതാണോ അല്ലേ എന്ന് അറിയാതെ തന്നെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. സോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് എന്താണെന്ന് അറിയേണ്ട ഒരു കാര്യം വരുന്നില്ല. പിന്നെ ഒരു ചോദ്യം കൂടെ അതിനകത്ത് ചോദിച്ചിരുന്നല്ലോ, ഈ ഏതാണെന്ന് തിരിച്ചറിയുന്ന പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിരുന്നല്ലോ, അതെ, വാക്സിനുമായി ബന്ധപ്പെട്ട വാക്സിന്റെ കാര്യം. അപ്പൊ അവിടെ ഒരു വസ്തുത എനിക്ക് തിരുത്താനുണ്ട്. ഈ പനി വരാതിരിക്കാൻ വാക്സിൻ എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ആക്ച്വലി ഈ പനി ഒരു രോഗമല്ല. പനി ഒരു ഉള്ളിൽ കിടക്കുന്ന ഒരു അണുബാധയുടെ ലക്ഷണമോ സിംറ്റമാണ് പനി എന്ന് പറയുന്നത്. അപ്പോൾ അത് 100 കൂട്ടം അസുഖങ്ങൾക്ക് പനി വരാം. ഈ ജലദോഷം പോലത്തെ അങ്ങനത്തെ റെസ്പിറേറ്ററി ഇൻഫെക്ഷന് വരാം, മറ്റ് മുറിവോ പഴുപ്പോ ഉണ്ടെങ്കിൽ പനി വരാം, ഈ എലിപ്പനി എന്ന് പറഞ്ഞ ലെപ്റ്റോസ്പൈറോസ് പോലത്തെ രോഗങ്ങൾക്ക് പനി വരാം, മഞ്ഞപ്പിത്തത്തിന് പനി വരാം. ഇതിനെല്ലാം പനി വരാം. ടോട്ടലി ഡിഫറെന്റ് കാരണങ്ങളും അണുക്കളും രീതികളാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടെ അടക്കി പിടിച്ച് പനി വരാതിരിക്കാൻ വാക്സിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ശരി അല്ലെങ്കിൽ ആൾക്കാരെ മിസ്ലീഡ് ചെയ്തൊരു പേരാണ്.
അപ്പോൾ നമ്മൾ ആരും ആ പേര് യൂസ് ചെയ്യരുത്. പനി വരാതിരിക്കാൻ അങ്ങനെ സ്പെസിഫിക് വാക്സിൻ ഇല്ല. ഓരോ രോഗങ്ങൾക്കെതിരായിട്ട് വളരെ നല്ല വാക്സിൻസ് പല രോഗങ്ങൾക്കെതിരായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക്. അതിപ്പോൾ ജനിച്ച നാൾ തൊട്ട് നമ്മുടെ UIP അല്ലെങ്കിൽ സാർവത്രിക പ്രതിരോധ ക്രമത്തിൽ നമ്മൾ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനകത്ത് പല വാക്സിൻസും യൂസ് ചെയ്യുന്നുണ്ട്. ആ രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുന്ന കൂടുതൽ ആ പനി പോകുന്നതല്ലാതെ പനി എന്നുള്ള സിംറ്റത്തിനെ പ്രിവെന്റ് ചെയ്യാൻ ആക്ച്വലി വാക്സിൻ ഇല്ല. അപ്പോൾ അതും പലപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിച്ച് കുട്ടികൾക്ക് വേണ്ടാത്ത വാക്സിൻസ് ഇപ്പം പിന്നെ ഒട്ടെങ്കിലും ഉള്ളത് ഇൻഫ്ലുവൻസയ്ക്ക് വാക്സിൻ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് H1N1 ഇൻഫ്ലുവൻസ ആണെങ്കിൽ അതിനും സുലഭമായി ആരോഗ്യവകുപ്പിൽ ഫ്രീ ആയിട്ട് പോലും ലഭിക്കുന്ന ഒസൽറ്റാമോർ മരുന്നും ലഭ്യമാണ്. പിന്നെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് രോഗങ്ങളുള്ള വ്യക്തി കുട്ടിയാണെങ്കിൽ ശരി, ചില കുട്ടികൾക്ക് അവർക്ക് ചിലപ്പോൾ അവയവം മാറ്റി വെച്ചതായിരിക്കാം, ചില അവയവങ്ങൾ എടുത്ത് കളഞ്ഞതായിരിക്കാം, സ്പ്ലീഹ പോലത്തെ അവയവങ്ങൾ മാറ്റിയ കുട്ടികളുണ്ടാവും. മറ്റെന്തെങ്കിലും ഗുരുതര രോഗമോ HIV ഉള്ള HIV ബാധിച്ച കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കിഡ്നിക്കൊക്കെ അസുഖം വന്ന് നീണ്ട കാലം സ്റ്റിറോയിഡ് കഴിക്കുന്ന കുട്ടികളായിരിക്കാം. അതുപോലെ വലിയവർക്ക് ഇതുപോലെ നീണ്ടകാലം മരുന്ന് കീമോതെറാപ്പി ചെയ്യുന്നവരുണ്ട്, റേഡിയേഷൻ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ ശ്രദ്ധ വേണം. അപ്പോൾ അവർക്കാണ് പിന്നെ സ്പെഷ്യൽ ഇമ്മ്യൂണൈസേഷനൊക്കെ ഒട്ടെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികൾക്കാണ് പ്രത്യേകിച്ച് ചില വാക്സിൻസ് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നത്. അല്ലാതെ പനിക്ക് മൊത്തമായിട്ട് വാക്സിനും ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഇതാണോ എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു വ്യഗ്രത അല്ലെങ്കിൽ അതാണോ എന്നുള്ള ആൻസൈറ്റിയും വറിയും. ഈ വറി നമ്മളെ കൊല്ലുന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊന്നും വേണ്ട. നമ്മളിത് വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷണങ്ങൾ സിമിലർ ആണ്, അത് വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുക നമ്പർ 1 പ്രയോറിറ്റി. ആഹാരം നല്ലോണം കഴിക്കുക, മുതിർന്നവരാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് കഴിക്കുക, വാശി പിടിച്ചിരിക്കരുത് വേണ്ട എന്ന് പറഞ്ഞ്. അതുപോലെ കൊച്ചുകുട്ടികളാണെങ്കിൽ അവർ രുചികരമായും രസകരമായിട്ടുള്ള രീതിയിൽ ആഹാരം കുറച്ച് പലതവണ കൊടുത്ത് അവരുടെ ന്യൂട്രീഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി കൊച്ചുകുട്ടിയാണെങ്കിലും വലിയ ആളാണെങ്കിലും ധാരാളം ചൂട് പാനീയങ്ങൾ, നല്ല പോഷണ ഗുണമുള്ള എന്തെങ്കിലും ചൂട് പാനീയങ്ങൾ എപ്പോഴും ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസ് അടുപ്പിച്ച് കുറച്ച് കുടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ വേണമെങ്കിൽ ആവി ശ്വസിക്കുക. ആക്ച്വൽ സ്റ്റീമാണ് ഞാൻ പറയുന്നത്, നെബുലൈസിങ് അല്ല. കേരളത്തിൽ ഇപ്പോൾ നെബുലൈസിങ്ങിനാണ് നമ്മൾ ആവി എന്ന് പറഞ്ഞ് നടക്കുന്നത്. ആക്ച്വലി അത് നെബുലൈസിങ് ആവിയല്ല. അപ്പോൾ സ്റ്റീം തന്നെ നമ്മൾ ഫ്ലാസ്കെന്നോ അല്ലെങ്കിൽ സ്റ്റീം വരുന്ന ഒരു ഉപകരണത്തിൽ സ്റ്റീം ശ്വസിക്കുക. ഇതൊക്കെ ചെയ്യുക. പിന്നെ ഫ്രൂട്ട്സ്, പപ്പായം പോലത്തെ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക, നെല്ലിക്ക. ഇതൊക്കെ നമ്മൾ സുലഭമായിട്ടുള്ള നോർമൽ കാര്യങ്ങളാണ്. ഇത്രയൊക്കെ കഴിച്ച് ആ റെസ്റ്റ് എടുക്കുന്നതിൽ കൂടി 2 ഗുണങ്ങൾ. ഒന്ന്, ശരീരത്തിന് റിക്കവർ ചെയ്യാൻ പറ്റും. ഉറക്കം വേണം. ഇന്ന് നമ്മളിതേ ഫോണിലൊക്കെ കളിച്ച് മിനിമം ഒരു 8 മണിക്കൂർ ഉറങ്ങേണ്ട ആൾക്കാർ 2 മണിക്കൂറൊക്കെ ഉറങ്ങുന്നവരുണ്ട്. ബാക്കി മുഴുവൻ നേരം ഫോണിൽ. അപ്പോൾ അത് തന്നെ നമുക്ക് സ്ട്രെസ് ലെവൽ കൂട്ടും, നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കുത്തനെ കുറയ്ക്കും. സ്ട്രെസ് കുറയ്ക്കണം, ഉറക്കം ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ ആഹാരം ഞാൻ പറഞ്ഞു, സപ്പോർട്ടീവ് കെയർ ആയിട്ട് നമ്മുടെ പ്രകൃതിദത്തമായ പല മരുന്നുകളും നമ്മൾ തന്നെ പലതും ചുക്ക് കാപ്പിയോ കടയിൽ കുടിക്കാറുണ്ട്. ഇതൊക്കെ ആൾക്കാർ തൊണ്ടയ്ക്കൊക്കെ സുഖത്തിന് നെറ്റ് കണക്ഷൻ വീണ്ടും ഒരു ഡോക്ടർ അമർ പറയുന്നതിൽ വ്യക്തത കുറവുണ്ട്. നെറ്റ് കണക്ഷൻ വീണ്ടും പ്രശ്നമായിട്ടുണ്ടെന്ന് തിരിച്ചു വരാം അദ്ദേഹത്തിലേക്ക്. ഡോക്ടർ സൗമ്യ, അതായത് ഈ മെയിനായിട്ടും ഇത് ശ്വാസകോശം സംബന്ധമായ ഒരു അസുഖത്തിലേക്ക് എത്തുമ്പോൾ, ന്യൂമോണിയ പോലുള്ളവയിലേക്ക് എത്തുമ്പോഴാണ് ഇത് കൂടുതൽ ഒരു സീരിയസ് ആകുന്നത്, അല്ലെങ്കിൽ അപ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് മാം പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, ഈ ശ്വാസമുട്ടിലൊക്കെ ഉള്ള കുട്ടികൾ, അവർക്ക് എത്രത്തോളം ഈ അസുഖം വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്? ശ്വാസം മുട്ടലുള്ള കുട്ടികൾക്ക് അസുഖം വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുക്കുന്ന മരുന്നുകൾ, ഇപ്പോൾ ഇൻഹേലർ മരുന്നുകൾ കുറെ കാലമായിട്ട് എടുക്കുന്നത്. പക്ഷെ അതിലൊരു തെറ്റിദ്ധാരണ വരാനുള്ള സാധ്യതയുണ്ട്, ഇൻഹേലർ എടുക്കുന്നത് കൊണ്ട് ഇമ്മ്യൂണിറ്റി കുറയും എന്നുള്ളത്. അങ്ങനെയല്ല. ശ്വാസം മുട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലർജിക് ആയിട്ടുള്ള, അതായത് അലർജി പ്രോൺ ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ അവർക്ക് സാധാരണ രീതിയിൽ ഒരു ഇൻഫെക്ഷൻസ് കിട്ടാനുള്ള, അതായത് പ്രത്യേകിച്ച് വൈറൽ ഇൻഫെക്ഷൻസ് കിട്ടാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ അവർക്ക് സിംറ്റംസ് ട്രിഗേർഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഒരു സാധാരണ കുട്ടിക്ക് ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് വളരെ ചെറുതായിട്ട്, ഇപ്പോൾ ചെറിയൊരു മൂക്കൊലിപ്പോ ചെറിയൊരു ജലദോഷമൊക്കെ വന്ന് അത് മേ ബി 2 or 3 days കൊണ്ട് മാറിയേക്കാം. പക്ഷേ ഒരു ആസ്മാറ്റിക് ആയിട്ടുള്ള, അലർജിക് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഇതേ വൈറൽ ഇൻഫെക്ഷൻ തന്നെ വന്നു കഴിഞ്ഞാൽ അത് അവരെ ട്രിഗർ ചെയ്യുന്നത് സാധാരണ കുട്ടികളെ പോലെയല്ല. കാരണം അവരുടെ ശ്വാസകോശ വ്യവസ്ഥ, അതായത് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഈ താഴേക്കുള്ള നമ്മുടെ വിൻഡ് പൈപ്പ് എന്ന് പറയുന്ന ട്രക്കിയ, അത് താഴെ പോയിട്ട് 2 ശ്വാസകോശങ്ങളിലേക്കുമായിട്ട് പല ഒരു മരത്തിന്റെ ബ്രാഞ്ച് പോലെ അത് ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. അപ്പൊ അതിനെ നമ്മൾ ബ്രോങ്കൈ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രോങ്കൈ, അതിനുശേഷം ബ്രോങ്കിയോൾസ് എന്ന് പറയുന്ന വളരെ കുഞ്ഞു ട്യൂബുകളായിട്ട്, അതായത് നമ്മൾ ശ്വസിക്കുന്ന വായു ഈ ട്യൂബുകളിലൂടെയാണ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലങ്ങിലേക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ആകുന്നത്. അപ്പൊ ഈ അലർജിയുള്ള, അതിപ്പോ കുട്ടികളിൽ മാത്രമല്ല കേട്ടോ,
മുതിർന്ന ആളുകളിലും അവരുടെ ഈ റെസ്പിറേറ്ററി സിസ്റ്റം, ഈ ട്യൂബുകൾ വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു ചെറിയ ഇൻഫെക്ഷൻ അവർക്ക് വന്നാൽ തന്നെ ഈ ട്യൂബുകൾ അങ്ങ് കൺട്രാക്ട് ചെയ്തു പോകും. അതായത് ഇങ്ങനെ ഇരിക്കുന്ന, അതായത് ലൂമൻ, അതിന്റെ ലൂമൻ അങ്ങ് ചുരുങ്ങിപ്പോവും. ആ ചുരുങ്ങുമ്പോഴാണ് നമ്മൾ അതിനെ വീസിങ് അഥവാ വലിവ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പ്രശ്നം? അവർക്ക് വേണ്ടത്ര വായു ഉള്ളിലേക്ക് വലിച്ചെടുക്കാനോ ഓക്സിജൻ അവർക്ക് വേണ്ടത്ര കിട്ടുകയില്ല. ഈ ട്യൂബുകൾ അങ്ങ് ചുരുങ്ങുമ്പോൾ ആ കേൾക്കുന്ന, ഇപ്പൊ നമുക്കറിയാം, ചുരുങ്ങിയ ട്യൂബിലൂടെ നമ്മൾ ഊതുന്ന സമയത്ത് നമുക്ക് ആ വിസിലിംഗ് സൗണ്ട് കേൾക്കാൻ പറ്റും അല്ലെ? അതേ വിസിലിംഗ് സൗണ്ട് തന്നെയാണ് ഞങ്ങൾ സ്റ്റെപ്പ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വീസിംഗ് ആയിട്ട് കേൾക്കുന്നത്. അപ്പൊ ഇതാണ് അവരുടെ ഒരു പ്രശ്നം. അപ്പോൾ അവരിൽ ഇങ്ങനെയുള്ള ചെറിയ ഇൻഫെക്ഷൻസ് വരുമ്പോൾ തന്നെ സിംറ്റം അധികരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പെട്ടെന്ന് മാറില്ല. അവരുടെ ഈ ഒരു ശ്വാസകോശത്തിന്റെ അവസ്ഥ, അവർ ഹൈപ്പർ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഒരു വീസിംഗിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളിൽ ഇങ്ങനെ അത് വീസിംഗ് ആയി ചിലപ്പോൾ അഡ്മിറ്റ് ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ അപ്പോഴും നമ്മൾ ആ വീസിങ്ങിനെയാണ് ട്രീറ്റ് ചെയ്യുക കേട്ടോ. കാരണം ഇപ്പൊ ഈ വൈറൽ ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അത് ഉണ്ടാക്കിയ ഈ ഒരു എഫക്റ്റ്, അതാണ് വീസിംഗ്, അവരുടെ ശ്വാസകോശത്തിന്റെ ഈ പറയുന്ന കൺട്രാക്ഷൻ. അപ്പൊ അതിന് വേണ്ട മരുന്നുകളും നെബുലൈസേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോഴും നമ്മൾ ആ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് തന്നെയാണ് നടത്തുക. പക്ഷെ അങ്ങനെയുള്ള കേസുകൾ നമുക്ക് ഒരുമിച്ച് ക്ലബ് ചെയ്ത് വരുമ്പോഴാണ് നമ്മളിപ്പോൾ ഈ വൈറൽ പാനലും കാര്യങ്ങളൊക്കെ. ഇപ്പൊ 2 ആഴ്ച മുമ്പ് ഞാൻ ഇവിടെ ട്രീറ്റ് ചെയ്ത ബ്രോങ്കൈറ്റിസ് ആയിട്ട് ഇവിടെ ട്രീറ്റ് ചെയ്ത ഒരു കുട്ടിക്ക് ഹ്യൂമൻ മെറ്റാനിമോ വൈറസ് പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ നമ്മൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് വൈറൽ പാനലിൽ അത് പോസിറ്റീവ് വന്നു, ഫൈൻ, ഗുഡ്. അപ്പൊ നമുക്ക് മനസ്സിലായി ആ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്, നമുക്ക് പറയാനൊരു പേര് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്തിട്ട് നോർമൽ ആയിട്ട് ഏതൊരു കുട്ടിയും ബ്രോങ്കൈറ്റിസ് ആയിട്ട് അല്ലെങ്കിൽ വീസിംഗ് ആയിട്ട് വന്നാൽ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുക അതേ രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത്. 2-3 ദിവസം കൊണ്ട് ആ കുട്ടി നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്ത് വീട്ടിൽ പോയി, അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾക്ക് വേറൊരു കുട്ടിക്ക് അതേ സമയം തന്നെ വേറെ RSV എന്ന് പറയുന്ന ഒരു വൈറസ് പോസിറ്റീവ് വരും. സിംറ്റംസ് സെയിം തന്നെയാണ്, ഞങ്ങൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റും സെയിം ആണ്. പക്ഷെ അതുണ്ടാക്കിയ വൈറസ് റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് എന്ന് പറയുന്ന വേറൊരു വൈറസ് ആണ്. ഈ കുഞ്ഞിനെ അതുണ്ടാക്കിയത് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ആയിരുന്നു. അത്രേ ഇതിലൊരു വ്യത്യാസമുള്ളൂ. അപ്പോൾ പ്രാക്ടിക്കലി നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത് കാരണം, അതായത് ഇറ്റിയോളജി എന്ന് പറയും, ഞങ്ങൾ ഇറ്റിയോളജി എന്താണ് എന്ന് ഡോക്ടർക്ക് മനസ്സിലാക്കാം എന്നുള്ളതല്ലാതെ അതിന്റെ മാനേജ്മെന്റിൽ ഒരു ഡോക്ടർക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രോപ്പർ ആയിട്ടുള്ള സെയിം മാനേജ്മെന്റാണ് ഈ 2 കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാറുള്ളത്. ഡോക്ടർ അമർ, ഒരു കാര്യം കൂടി, നമ്മൾ നേരത്തെ വാക്സിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് നെറ്റിൻ്റെ പ്രശ്നം വന്നുകൊണ്ടാണ് ഞാൻ മാമിലേക്ക് പോയത്. അതായത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ തണുപ്പൊക്കെ ഉള്ളൊരു സമയമായിട്ടുണ്ട്. മഴയൊന്നും അല്ല, എന്നാലും തണുപ്പുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പനി പോലത്തെ രോഗങ്ങളൊക്കെ ഒരുപാട് വരുന്നൊരു സമയം കൂടിയാണ്. മുണ്ടുനീര് തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ചും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഈ കുഞ്ഞുങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു അസുഖം അത് ഏതാണ്? ഡോക്ടർ അമറിനോടാണ്. കോമൺലി കാണുന്നത് മൈൽഡ് ആയിട്ടുള്ള ശ്വാസകോശ അണുബാധകളാണ്. അതായത് നമ്മൾ കോമൺ കോൾഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും കോമൺ. അതിന്റെ കൂടെ കുറച്ച് കുട്ടികൾക്ക്, അതിന്റെ ചെറിയ ശതമാനം കുട്ടികൾക്ക് വീസിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ VC ബ്രോങ്കൈറ്റിസ് എന്ന് പഴയ പേര്, അല്ലെങ്കിൽ ബ്രോങ്കിളൈറ്റിസ് എന്നോ ഒക്കെയുള്ള പുതിയ പേരുകളും ചിലപ്പോൾ പറയാറുണ്ട്. അപ്പോൾ ശ്വാസകോശ അണുബാധ, ജലദോഷ പനിയുടെ കൂടെ ചുമയും, കഫക്കെട്ട് എന്ന് സാധാരണ ആൾക്കാരുടെ ഭാഷയിൽ കഫക്കെട്ട്. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ടുള്ള അസുഖമാണ്. ഇത് ഏറ്റവും കൊണ്ട് പകരുന്ന സ്കൂളുകളിൽ കൂടെയാണ്. അറിയാമല്ലോ, കൊച്ചു ക്ലാസ് മുറിക്കകത്ത് അടച്ച് ഇത്രയും മണിക്കൂർ ഇരിക്കുന്നു, എല്ലാവരും തൊട്ടടുത്ത് മൂക്കോട് മൂക്കായിട്ട് അങ്ങനെയാണ് ഇരിക്കുന്ന പെരുമാറുന്നത്. പിന്നെ കുട്ടികൾക്ക് തന്നെ ബാരിയില്ല, അവരെപ്പോഴും വളരെ ക്ലോസ് ആയി പെരുമാറും. അപ്പോൾ ഈസി ആയിട്ട് കടന്നു. പിന്നെ കൈയൊക്കെ എപ്പോഴും മുഖത്ത് തൊട്ട്, മായി തൊട്ട്, മൂക്കിൽ തൊട്ട്, ചെവിയിൽ തൊട്ട്, അടുത്തയാളെ തൊട്ട്. അപ്പോൾ കയ്യിലെ വിരൽ തുമ്പി കൂടെയും പകരും. പിന്നെ ഈ കുട്ടികളറിയാമല്ലോ, അവർക്ക് ജലദോഷം വന്നാൽ ഇവിടെയൊക്കെ ഇങ്ങനെ തേച്ച്, പിന്നെ ഡെസ്കിൽ തേച്ച്, മേത്ത് തേച്ച്, ഉടുപ്പിൽ തേച്ച്. അപ്പോൾ ഇത് തൊടുന്ന മറ്റു കുട്ടികൾക്കും ഈസി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ സ്കൂള് എപ്പോഴും ഒരു ആംപ്ലിഫയർ ഓഫ് ഇൻഫെക്ഷൻ ആണ്. എന്തെങ്കിലും ഇങ്ങനത്തെ അസുഖങ്ങൾ വരുമ്പോൾ, ഏത് സാധാരണ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, വൈറൽ ഫീവർ വരുമ്പോൾ സ്കൂളിൽ കൂടെയാണ് ഇത് ഈ ശീതകാലത്തൊക്കെ അധികം നാട്ടിലേക്ക് പോകുക. ചുടലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ സ്കൂളിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. സ്കൂളിലെ ടീച്ചറും പിന്നെ അംഗൻവാടിയിലുള്ള ആയമാര്, അംഗൻവാടി ടീച്ചേഴ്സ്, പേരൻസ്, ഈ കൂട്ടം ആൾക്കാർ ശ്രദ്ധിക്കേണ്ട എന്താണ്, എല്ലാ കുട്ടികൾക്കും ആരോഗ്യ മര്യാദകളായ നല്ല ആരോഗ്യശീലങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, മാസ്ക് കെട്ടി നടക്കലല്ല, അത് പ്രായോഗികമല്ല. എപ്പോഴും ഒരു കുട്ടിയെ മാസ്കിനകത്താക്കുക. അതുകൊണ്ട് കർച്ചീഫ് കയ്യിലുണ്ടാകുക, ഒരു ക്ലീൻ കർച്ചീഫ് ഉണ്ടാകുക. ചുമയ്ക്കോ തുമ്മോ ചെയ്യാൻ തോന്നുമ്പോൾ എത്ര കൊച്ചു കുട്ടിയാണെങ്കിൽ അത് ഉടനെ എടുത്ത് വായും മൂക്കും മൂടി വേറെ ആളുടെ മുഖത്ത് തെറിക്കരുത് മക്കളെ എന്നുള്ള ഒരു വാക്കോടുകൂടി നമ്മളെ ഗൈഡ് ചെയ്യുക. അത് ടീച്ചേഴ്സും ഒരുപോലെ ചെയ്യണം, അംഗൻവാടി വർക്കേഴ്സ് ചെയ്യണം, നഴ്സറി റൺ ചെയ്യുന്ന ആൾക്കാർ, ഡേ കെയർ റൺ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഈ ഒരു കാര്യം പറയണം. അതിൻ്റെ കൂടെ വീട്ടിൽ വന്നാൽ പേരൻസും ഈ ആശയം, ആരോഗ്യ മര്യാദ എന്നുള്ള ആശയം റീഇൻഫോഴ്സ് ചെയ്താൽ വളരെ നല്ലത്. അതിൻ്റെ കൂടെ ഇടയ്ക്ക് മറിക്കൊക്കെ നമ്മുടെ കൈ അഴുക്കായാൽ ഉടനെ പോയി സോപ്പിട്ട് കഴുകുക. സോപ്പില്ലാത്തപ്പോൾ സാനിറ്റൈസർ. ശരി, പഴയ കൊച്ചുകുട്ടികൾക്ക് സോപ്പ് ആൻഡ് വാട്ടറാണ് ഏറ്റവും സിമ്പിളും സേഫ് ആയിട്ടുള്ള കാര്യം. സാനിറ്റൈസർ ചിലപ്പോൾ അവരുടെ അപ്പുറത്തിപ്പുറത്തെ കുട്ടീൻ്റെ മുഖത്തൊക്കെ അടിച്ചു തരും. അതുകൊണ്ട് സോപ്പ് ആൻഡ് വാട്ടർ വാഷ്. ഈ 2 ശീലങ്ങൾ ശീലിക്കുന്നതോടുകൂടി തന്നെ
സ്കൂളിലുള്ള പകർച്ച കാര്യമായി കുറയും. പിന്നെ ഒരു കൊച്ചു കാര്യം കൂടെ ഉണ്ട്. ഇന്ന രീതി എന്താണ്, എല്ലാവർക്കും അറ്റൻഡൻസും പരീക്ഷയൊക്കെ പേടിയുണ്ട്, 2 പേരൻസ് വർക്ക് ചെയ്യുന്നതാണ്. ചെറിയ അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ പല ആൾക്കാരും കുട്ടികളെ സ്കൂളിലങ്ങ് പറഞ്ഞു വിടും. അപ്പോൾ എന്താണ്, ആ കുട്ടി പോയിട്ട് 40 കുട്ടികൾക്ക് അത് കൊടുത്തിട്ട് തിരിച്ചു വരും. ആ 40 കുട്ടികൾ അന്ന് വൈകുന്നേരം പോകുന്ന 40 കുടുംബങ്ങളിലേക്കാണ്. അങ്ങനെയാണ് ഇത് ആംപ്ലിഫയർ പോലെ പകരുന്നത്. അപ്പോൾ ചെറിയ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അത് ടീച്ചറെ വിളിച്ച് പറഞ്ഞിട്ട് കുട്ടിയെ അന്ന് സ്കൂളിൽ വിടാതിരിക്കുക. ഒന്നും സംഭവിക്കില്ല. നഴ്സറി, LKG, പ്ലേ സ്കൂളിലൊക്കെയുള്ള കുട്ടികളെ ഒരു ദിവസം പോയില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ആകെ ഡിഫിക്കൽറ്റി പേരൻസിന് അന്ന് ജോലിക്ക് പോകുന്നതിന് പ്രയാസം ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷേ അതെന്തെങ്കിലും ഒരു മാർഗത്തിൽ അത് പകരാതിരിക്കാൻ അങ്ങനെയുള്ള ചെയ്യുന്നത്. കുട്ടിക്ക് റെസ്റ്റും കിട്ടും, നമുക്ക് കൂടുതൽ പരിചരിക്കാൻ പറ്റും. കുട്ടിയെ ഈ ചൂടുവെള്ളം കുടിപ്പിക്കാനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിലൂടെ പകർച്ചാ സാധ്യതയും കുറയും. പിന്നെ സുഖമില്ലാത്തൊരു കുട്ടി സ്കൂളിൽ വരുന്ന കണ്ട ടീച്ചേഴ്സും അതുപോലെ ആ കുട്ടിയെ കൂട്ടത്തിൽ മിക്സ് ചെയ്യാതെ ഒന്ന് മാറിയിരിക്കാൻ അന്നത്തെ ദിവസം, അത് വേറെ വഴിയില്ല. അപ്പോൾ കുറച്ച് സെൽഫ് ഐസൊലേഷൻ എന്ന് പറയും. അന്ന് ഗെയിംസിനകത്ത് പങ്കെടുക്കാണ്ടിരിക്കുക, ചിലപ്പോൾ തൊട്ടുകളിയൊക്കെ ആയിരിക്കും, അതിൽ പങ്കെടുക്കാണ്ടിരിക്കുക, ഒരു കോർണറിൽ കുറച്ച് ഐസൊലേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് പ്രാക്ടിക്കലായിട്ട് സ്കൂളിൽ നടക്കുക. സോ ഇതൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പോയിന്റുകൾ വളരെ പ്രാക്ടിക്കലായിട്ട്. ഈ ക്ലൈമറ്റ് ഓഫ് അസുഖങ്ങൾ, നമുക്ക് അസുഖങ്ങളുടെ ഒരു അന്തരീക്ഷം ചുറ്റുമുണ്ട്. അല്ലെങ്കിലും ഓർഡിനറി അസുഖങ്ങളുടെ ആ നേരത്ത് നമ്മൾ ജീവിച്ചു പോകണം, അതിജീവിക്കണമല്ലോ. സോ വി ഹാവ് ബി സ്മാർട്ടർ ദൻ ദ വൈറസ്. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ടും തന്ത്രപരമായിട്ടുള്ള രീതിയിൽ നീങ്ങുമ്പോൾ അണുക്കൾ പകരുന്നതിനേക്കാൾ സ്പീഡിൽ നമ്മുടെ പ്രതിരോധ നടപടികൾ പകരണം. അങ്ങനെ കൂടുതൽ ആൾക്കാർ അത് ചെയ്യുന്നതോടുകൂടി ഒരു അസുഖം ലോകത്തിൽ പകരാതിരിക്കാൻ നമ്മൾ സേഫായിരിക്കാനും പറ്റും. അത് നമുക്ക് സാധിക്കും. കേരളം അത് ചെയ്ത്, കേരളത്തിലെ ജനങ്ങൾ വളരെ ലിറ്ററേറ്റാണ്, നല്ല സാക്ഷരതയുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് ഇനിയും നമുക്ക് സാധിക്കും. ഇതൊരു ഓർഡിനറി അസുഖമാണ്. ആരും അതിനെപ്പറ്റി വേവലാതിപ്പെടുവോ ആശങ്കപ്പെടുവോ വെപ്രാളമോ ഭയമോ ഉണ്ടാക്കണ്ട എന്നുള്ളതാണ് എനിക്ക് വീണ്ടും ഡോക്ടർ സൗമ്യ പറഞ്ഞ വാക്കുകൾ തന്നെ. ഞാനും അത് നമ്മൾ രണ്ടുപേരും ഒരുപോലെ കൊറാബറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെ ദൂരെയാണ് ഇരിക്കുന്നത്, പക്ഷെ ഒരേ വാക്കാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് മീൻസ് ദാറ്റ് സയൻറ്റിഫിക് നോളജ് ഒന്നാണ്, ശാസ്ത്രീയമായിട്ട് അറിവുകൾ ഒന്നാണ്. അത് എല്ലാ പബ്ലിക്കിനും ഗുണം വരാനാണ് നമ്മളിത് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നെയാണ് ഡോക്ടർ അമർ പറഞ്ഞത്. കാരണം നമുക്ക് ഈ സാനിറ്റൈസർ, അതുപോലെ തന്നെ മാസ്ക്, അതൊക്കെ നമുക്കൊരു ശീലമുണ്ട്. ആ ശീലം തുടരുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള, പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ കുട്ടികൾ അത് എത്രത്തോളം മാസ്ക് ഒക്കെ ധരിച്ചു പോകുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്നാലും അതുകൂടി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വൈറസുകളെയൊക്കെ നമുക്ക് കുട്ടികൾക്ക് മാസ്ക് പ്രാക്ടിക്കൽ അല്ല. ഒരു കൊച്ചുകുട്ടി നമ്മൾ വിട്ടുനോക്കിയാൽ അറിയാം അതിന്റെ പ്രയാസം. കർച്ചീഫ് ശീലം ഉണ്ടായാൽ മതി ആദ്യം, നമ്പർ 1. അതിൽ 90% അതിൽ നിൽക്കും, ഓർ 99% അതിൽ നിൽക്കും. ഹാൻഡ് കർച്ചീഫ് ശീലം ഉണ്ടായാൽ മതി. അതെ, മാസ്ക് വേണ്ട, നമുക്ക് ഹാൻഡ് കർച്ചീഫ് തന്നെ അതൊരു ശീലമാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വൈറസുകളെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. ഒറ്റ ചോദ്യം കൂടെ ഡോക്ടർ സൗമ്യയോട് ഞാൻ ചോദിക്കുകയാണ്. അതായത് ഈ കുഞ്ഞുങ്ങളിൽ പനി വരികയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നെറ്റി നോക്കും, കഴുത്ത് നോക്കും, എത്രത്തോളം ചൂടുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കും. പലപ്പോഴും ഈ എത്ര ചൂടുണ്ട് അല്ലെ എത്രത്തോളം പനിയുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കില്ല. അതിന് മുൻപ് തന്നെ ഇത് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ അതൊരു ശരിയായ കാര്യമാണോ? കാരണം ചൂട് വരുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ പാരസെറ്റമോൾ ആണെങ്കിലും അങ്ങനത്തെ മരുന്നുകൾ കൊടുക്കുന്നത് അത് ഒരു ഫലപ്രദമാണോ? അതോ ഒരു എത്രയുണ്ട് പനിയെന്ന് നോക്കിയിട്ട് അതിൻ്റെ മരുന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത്? നമ്മുടെ എപ്പോഴും ഇപ്പോൾ പനി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ഇങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ആണ് പനി. ഓക്കെ, പക്ഷെ ഒരു തണുപ്പ് സമയം, ഇപ്പൊ നമുക്കറിയാം ഡിസംബർ ജനുവരി ഒക്കെ നമ്മുടെ നാട്ടിൽ തണുപ്പ് സമയമാണ്. അപ്പൊ ചിലപ്പോ നമ്മുടെ കൈയൊക്കെ തണുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ കുഞ്ഞിന് പനി ഉണ്ടെന്ന് തോന്നിയേക്കാം. അപ്പൊ ഞാൻ എല്ലാവരോടും പറയാറുള്ളത്, ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ ഒരു 100 രൂപ 150 രൂപയുടെ ഉള്ളിലേ ഉള്ളൂ അല്ലേ ഡോക്ടറെ? ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ ഒരു വീട്ടില് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം പണ്ടത്തെ പോലത്തെ പ്രശ്നങ്ങൾ, പണ്ടൊക്കെ മെർക്കുറി തെർമോമീറ്റർ വായിലൊക്കെ വെച്ച് നോക്കണമായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. വളരെ ചെറിയ പൈസയ്ക്ക് തന്നെ ഡിജിറ്റൽ തെർമോമീറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ പറ്റുന്നവരെ, അതായത് വളരെ പൈസ ഉണ്ടെന്നാണ് പലരുടെയും വിചാരം, അങ്ങനെയല്ല, അത് വളരെ തുച്ഛമായ പൈസയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. അത് നമ്മളൊരു മിനിറ്റ് നമുക്ക് കക്ഷത്തിലോ അവിടെ വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി സ്കിന്നിൽ നോക്കുന്ന ടൈപ്പ് തെർമോമീറ്ററുകളുണ്ട്. നമുക്കറിയാലോ, പണ്ട് കോവിഡിന്റെ ടൈമിൽ നമുക്കറിയാം, നമ്മൾ ഇവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഇങ്ങനെ നോക്കിയിരുന്ന തെർമോമീറ്ററുകളുണ്ട്. അത് നമുക്കൊരു അറ്റ് എ ഡിസ്റ്റൻസ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതില്ലെങ്കിൽ ഇങ്ങനെയുള്ള തെർമോമീറ്റർ ഒരു മിനിറ്റ് അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എഴുതി കാണിക്കും, ഡിജിറ്റൽ ആയിട്ട് അതിൽ എഴുതി കാണിക്കും എത്രയാണ് ടെമ്പറേച്ചർ കുട്ടിയുടെ എന്നുള്ളത്. അത് വീട്ടിലൊന്നും ഉണ്ടാവുന്നത് വളരെയധികം നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് നമുക്കൊരു നോർമൽ നമ്മുടെ ടെമ്പറേച്ചർ 36.6 to 37.2 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് ഫാരൻഹീറ്റ് ആവുമ്പോൾ
ഞങ്ങൾ സാധാരണ ഒരു റഫായിട്ട് കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാം, അച്ഛമ്മമാരോട് പറയാറുള്ളത്, നിങ്ങൾ ഡിഗ്രി സെൽഷ്യസിലാണെന്നുണ്ടെങ്കിൽ ഒരു 37.5 എബോ ആണെങ്കിൽ നമുക്ക് ഒരു പനിയായിട്ട് എടുക്കാം. ഫാരൻഹീറ്റിലാണെങ്കിൽ ഒരു 99 ഫാരൻഹീറ്റിൽ മുകളിലാണെങ്കിൽ അതിനെ പനിയായിട്ട് എടുക്കുക. അപ്പോൾ എപ്പോഴും അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അതിലൊരു കൃത്യത നമുക്ക് കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ പനിയുടെ മരുന്ന് ഇപ്പോൾ ഡോക്ടർ അമറും പറഞ്ഞ പോലെ തന്നെ വളരെ സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് പാരസെറ്റമോള്. പലപ്പോഴും അച്ഛനമ്മമാർ ഇന്ന് ഈ ഗൂഗിളിന്റെ ഒരു അതിപ്രസരം കാരണം പാരസെറ്റമോൾ ആണ് ഏറ്റവും കൂടുതൽ പഴി കേട്ട ഒരു മരുന്നെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോഴും ഞങ്ങൾ പാരസെറ്റമോൾ എഴുതി കൊടുക്കുന്ന സമയത്ത് അച്ഛനമ്മമാർ പലരും ചോദിക്കാറുള്ളത്, അയ്യോ ഡോക്ടറെ ഇത് ലിവറിന് പ്രശ്നം ഉണ്ടാക്കില്ലേ, ഇത് കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കില്ലേ. നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് മരുന്നുകൾ അതിപ്പോ ഭക്ഷണമാണെങ്കിലും അധികമായ അമൃതം വിഷം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഏതൊരു മരുന്നിനും കൃത്യമായിട്ടുള്ള ഡോസിംഗ് ഉണ്ട്. ഇപ്പോൾ ഡോക്ടർ മുമ്പ് സൂചിപ്പിച്ചു, ഓരോ കുട്ടികളിലും കുട്ടികളുടെ വെയിറ്റിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഏതൊരു മരുന്നും, അത് പാരസെറ്റമോൾ എന്നല്ല, കൊടുക്കുന്ന ഏത് മരുന്നും പെർ kg കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഒരു ഡോക്ടർ എഴുതുക. അതിന്റെയൊക്കെ വളരെ കൂടുതൽ ഒരളവിലായിരിക്കും അതിന്റെ സേഫ് റേഞ്ച്. അതായത് ഒരു മരുന്ന് ഇത്ര mg വരെ ആ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരാൾക്ക് സേഫ് റേഞ്ചിൽ കൊടുക്കാനുണ്ട്. അതിന്റെ ടോക്സിക് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ അപ്പുറത്തേക്കാണ്. അപ്പൊ ഒരിക്കലും ഒരു ഡോക്ടർ ടോക്സിക് റേഞ്ചിലേക്ക് മരുന്നുകൾ എഴുതില്ല. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത്, പാരസെറ്റമോൾ മരുന്നുകൾ ഇപ്പം നമ്മൾ 1 വയസ്സുള്ള കുട്ടിക്ക് വലിയ ആൾക്കാർക്ക് കൊടുക്കുന്ന പോലെ 650 mgയുടെ ടാബ്ലറ്റ് കൊടുക്കുമോ? ഇല്ലല്ലോ. ആ കുഞ്ഞിന് കൊടുക്കുന്നത് പാരസെറ്റമോൾ ഡ്രോപ്സ് ആണ്. അപ്പോൾ ഒരു ഡോക്ടർ കണക്കാക്കിയിട്ടായിരിക്കും ആ ഡ്രോപ്സിന്റെ അളവ് പറഞ്ഞു തരിക. അപ്പൊ അത് കൊടുക്കുന്നത് 101% സേഫ് ആണ്. ഒരിക്കലും അത് കുഞ്ഞിനൊരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കില്ല. ഏതൊരാൾക്കും ഒരു മരുന്ന് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് അതിന്റെ ടോക്സിക് റേഞ്ചിലേക്ക് പോകുമ്പോഴാണ്. അതൊരിക്കലും ഒരു ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അത് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പനി പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പാരസെറ്റമോൾ കൃത്യമായ ഇടവേളകളിൽ കൊടുക്കാം. 6 മണിക്കൂർ 4 മണിക്കൂർ വരെ കൊടുക്കാം. പക്ഷേ സേഫർ സൈഡ് 6 മണിക്കൂറാണ്. എവറി 6 hours ഡോക്ടർ പറഞ്ഞ അളവിൽ കൊടുത്തുകൊണ്ടിരിക്കുക. അതിൽ നമ്മൾ കൺട്രോൾ ആയിട്ടില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വേറെ മരുന്നുകളെ ആശ്രയിക്കാറുണ്ട്. ഐബുപ്രൂഫൻ, മെഫിനമിക് ആസിഡ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ. അത് ഡോക്ടർ പറയുന്ന രീതിയിൽ കൊടുക്കുക. പനി കൺട്രോൾ ആയിട്ടില്ലെങ്കിൽ മാത്രം. കൺട്രോൾ ആയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുട്ടിയെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയും വേണം. പിന്നെ നനച്ചു തുടയ്ക്കുന്നത്, കുറച്ചു മുമ്പ് ആങ്കർ സൂചിപ്പിച്ച പോലെ നമ്മൾ ഈ നനഞ്ഞ തുണി ഐസ് വെള്ളത്തിലൊക്കെ ഇങ്ങനെ നമ്മൾ ഈ നെറ്റിയിലിടുന്ന ഒരു രീതി നമ്മൾ സിനിമകളിലൊക്കെ കണ്ടു പരിചയിച്ചിട്ടുണ്ട്. ആക്ച്വലി അത് തെറ്റാണ്. ഓക്കെ, ഒരിക്കലും നമ്മൾ ഐസ് കോൾഡ് വാട്ടറോ തണുത്ത വെള്ളമോ സാധാരണ വെള്ളമോ ഇതിൽ ഉപയോഗിക്കരുത്. പറ്റുമെങ്കിൽ ലൂക്വാം വാട്ടർ, അതായത് ഇളം ചൂടുവെള്ളത്തിലാണ് നമ്മൾ തുണി മുക്കി കുഞ്ഞിനെ സ്പഞ്ച് ചെയ്യുകയാണ് ചെയ്യുക. അല്ലാതെ നെറ്റിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയല്ല. നമ്മൾ താഴെ, അതായത് തല നമുക്ക് കളയാം. ഇവിടുന്ന് ഈ കഴുത്തിന് താഴേക്ക് പ്രത്യേകിച്ച് കക്ഷങ്ങളിലൊക്കെ നന്നായിട്ട് തുടച്ചു കൊടുക്കുക. അതിന് ഉപയോഗിക്കേണ്ടത് ചെറിയ ചൂടുവെള്ളമാണ്. അത് നമ്മൾ ചെറിയ ചൂടുവെള്ളം, പലരും വിചാരിക്കും ഈ പനിയുള്ളപ്പോൾ ചൂടുവെള്ളം ഉപയോഗിച്ചാൽ എങ്ങനെയാണ് പനി കുറയുക. അതിന്റെ മെക്കാനിസം വ്യത്യാസമാണ്. നമ്മൾ ഇളം ചൂടുവെള്ളം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ രക്തക്കൊഴലുകൾ ചെറുതായി ഡയലേറ്റ് ചെയ്യുകയും നമ്മുടെ ശാരീരിക ഊഷ്മാവ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് പോയി അതിന്റെ കോർ ടെമ്പറേച്ചർ കുറയുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ലൂക്വാം വാട്ടറിൽ ഒരു കോട്ടൺ തുണി മുക്കി കുഞ്ഞിന് കഴുത്തിന് താഴേക്ക് നന്നായിട്ട് സ്പഞ്ച് ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ചിലപ്പോൾ മരുന്നിനേക്കാൾ ഇഫക്റ്റീവായിട്ട് കുഞ്ഞിന്റെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ ഈ ഒരു ചെറിയ മെത്തേഡിന് സാധിക്കാറുണ്ട്. സോ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, പനി ഉണ്ടോ എന്ന് നോക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി തെർമോമീറ്റർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് തൊട്ട് നോക്കുമ്പോൾ പനി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ആശങ്കയും ഇല്ലാതെ പാരസെറ്റമോൾ മരുന്ന് കൊടുക്കാം. അതിൽ വേറൊരു പേടിക്കേണ്ട ഒരു അവസ്ഥയും ഇല്ല കേട്ടോ. സത്യമാണ് പറഞ്ഞ, പാരസെറ്റമോൾ അങ്ങനെ ഒരു പഴി കേൾക്കാറുണ്ട്. കാരണം അത് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അത് വലിയ ദോഷമാണെന്നുള്ളതൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഈ പുതിയ വൈറസിനെ കുറിച്ചുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെയാണ് ഡോക്ടർ അമറും അതുപോലെ തന്നെ ഡോക്ടർ സൗമ്യയും നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇവർ പറഞ്ഞതുപോലെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. സാധാരണ രീതിയിൽ തന്നെ നമ്മൾ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആരെയും ഭയപ്പെടുത്താൻ വേണ്ടി ആയിരുന്നില്ല നമ്മൾ ഈ ചർച്ച നടത്തിയത്. ഇതൊരു പറഞ്ഞതുപോലെ തന്നെ കോവിഡിന് ശേഷം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭയം എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തന്നെയാണ് ഈ 2 ആരോഗ്യ വിദഗ്ധരും അറിയിക്കുന്നത്. അവർ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ നമുക്ക് നേരിടാൻ സാധിക്കും. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതിനുവേണ്ടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം, അതുപോലെ തന്നെ കേരളത്തിലെ സംസ്ഥാന ആരോഗ്യ മന്ത്രാലയം ഒക്കെ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതിലൊന്നും ഒരു ആശങ്കയുടെയും സാഹചര്യമില്ല. എന്തായാലും വളരെ നന്ദി ഡോക്ടർ അമർ, അതുപോലെ തന്നെ ഡോക്ടർ സൗമ്യ. കൂടുതൽ സംശയങ്ങളും കൂടുതൽ ആശങ്കകളും ഒക്കെ മാറ്റി തന്നതിന് വളരെ നന്ദി.
അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ HMPV അങ്ങനെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു ആശങ്കയുടെയും സാഹചര്യം നിലവിലില്ല. എല്ലാം കൃത്യമായ രീതിയിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പനി തന്നെയാണ് ഇത് വരുന്നത്. കൂടുതലായിട്ടും കുഞ്ഞുങ്ങൾ വരും, അതുപോലെ തന്നെ മുതിർന്നവരിൽ തന്നെയാണ് ഈ രോഗം വരുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രത്തോളം നമ്മൾ ഭയപ്പെടുന്നത്. അതിൻ്റെ നിലവിൽ ഇപ്പോൾ ഭയപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പനിക്ക് നൽകുന്ന അതേ ചികിത്സാ രീതികൾ തന്നെയാണ് ഇതിനും നൽകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ തന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകാം. ഈ ചർച്ച അവസാനിക്കുന്നു. നമസ്കാരം.